ഹായ്, ഇന്ന് ഏട്ടൻ വരുമ്പോഴേക്കും നമുക്ക് സ്പെഷ്യലായിട്ടൊരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കിയാലോ. ഇത്രയും സിമ്പിളായിട്ടൊരു ചിക്കൻ റെസിപ്പി. അതിനായി ആദ്യം തന്നെ ഗ്യാസ് ഓണാക്കി അതിലേക്കൊരു പാത്രം എടുത്ത് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് കുറച്ചധികം പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ഇട്ട് 3-4 കീറിയ പച്ചമുളകും ഇട്ട് അതിലേക്കൊരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും ചിക്കനൊക്കെ നന്നായി കഴുകി ഊറ്റി വെച്ച് ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി മിക്സ് ചെയ്യുക. ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഊറി വരണേ. അപ്പോൾ നന്നായി വഴറ്റി കൊടുത്ത് അത് കുറച്ച് വെന്ത് വരുമ്പോഴേക്കും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതിലേക്ക് ആവശ്യമായ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് അതിനെ അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ എന്താ ഒരു മണം. അപ്പോഴേക്കും ഒരുപാട് കുഞ്ഞുള്ളി സ്ലൈസ് ചെയ്ത് വെച്ച്, ഒത്തിരി കുഞ്ഞുള്ളിയും കുറച്ചൊരു വലിയ ഒനിയനൊക്കെ സ്ലൈസ് ചെയ്ത് വെച്ച് അത് ആ ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായി അടിക്ക് പിടിക്കാതെ നന്നായി വഴറ്റിക്കൊടുത്ത് അതങ്ങോട്ടേക്ക് പൊത്തി വെച്ച് കുറച്ച് സമയം മാറ്റി വെച്ച് വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ നല്ല സ്മെല്ലായിരുന്നു. അതിലേക്കൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി വീണ്ടും അത് പൊത്തി വെച്ച് അവിടെ സെറ്റാക്കാൻ വേണ്ടി മാറ്റി വെച്ച്. അപ്പോൾ ഇന്ന് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള കോംബോ ഓൾറെഡി മെയ്ഡായിട്ട് വാങ്ങിയ പൊറോട്ടയാണ്. അത് നന്നായി ചൂടാക്കി എടുക്കണം. അപ്പോൾ പൊറോട്ട ഒരു സൈഡ് ആക്കി വെച്ചു. അപ്പോൾ വീണ്ടും ചിക്കൻ തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി നല്ല കൊഴുകൊടുത്ത് വരണുണ്ടായിരുന്നു. നല്ല ഒരു സ്മെല്ലുണ്ട് കേട്ടോ, ആ ഒരു കുരുമുളകിൻ്റെയും ആ ഒരു പെരുംജീരകത്തിൻ്റെയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റെസിപ്പി.